بسم الله الرحمن الرحيم അലിഫ് ബാ ഹാ ബാ ഹാ അടിപൊളി. ഒരാളെ വിളിക്കാനുണ്ട്. ആരാന്നറിയോ? ആ, ഇതാണ് പുതിയ ആള്. അയാൾക്ക് നമുക്കൊരു പേരിടട്ടെ. പഠിച്ച റബ്ബേ, നമ്മുടെ കൂട്ടത്തിലേക്ക് പുതിയ ഒരു അക്ഷരക്കൂട്ടുകാരൻ നോക്കി വന്നിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫർഹയാണ് ഇന്ന് 30 കൂലി വാങ്ങിയത് കേട്ടാ. ഒരാൾ സലാം പറയുമോ അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞാലോ 10 കൂലി, 10 റുപ്യയുടെ കൂലി. മറ്റൊരാള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു സലാം പറയുമോ അയാൾക്ക് എത്ര കൂലി കിട്ടോ? 20 റുപ്യ കൂലി കിട്ടും പോലെ. ഒരാൾ എന്ത് ചെയ്തു? അതീമേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാല് 30 കൂലി. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, 10 റുപ്യ കിട്ടുന്നതാണോ 20 റുപ്യ കിട്ടുന്നതാണോ 30 റുപ്യ കിട്ടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അപ്പൊ 30 കിട്ടണമെങ്കിൽ എന്ത് വേണോ? 30 കൂലി കിട്ടണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. ഇന്ന് പ്രിയപ്പെട്ട പൊന്നു മക്കളെ, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് പൂന്തോട്ടം ഉണ്ടാ? ആരുടെയൊക്കെ വീട്ടിലാ പൂന്തോട്ടം ഉള്ളത്? മോളെ വീട്ടില് പൂന്തോട്ടം ഉണ്ട്. അതില് അഹ്മദ് കളറുള്ള പൂവുണ്ടാ? അഹ്മദ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ? ഏതാ അഹ്മദ് കളറ്? അതല്ല ഞാൻ ചോദിച്ചേ. അഹ്മദ് കളറിന്റെ പൂ. പിന്നെ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടാ അഹ്മദ് കളറ്? ഇല്ല. അഹ്മദ് എന്ന് പറഞ്ഞാല് ചുവപ്പ് കളറ്. നിങ്ങളെ വീട്ടിൽ ചെമ്പരത്തി പൂവുണ്ടാ? നല്ല ചോര ചെമ്പരത്തി പൂവ്, റോസ് കളറുള്ള പൂവ് നിങ്ങൾ നോക്കിയാട്ടെ. നിങ്ങളെ ഈ പാടത്തില് പൂന്തോട്ടത്തിന്റെ ഒരു ചിത്രമുള്ള പാടമില്ലേ, പാടഭാഗം? അതല്ല, പൂന്തോട്ടത്തില് ചിത്രമുള്ള ഒരു പാടഭാഗം ഇല്ലേ, ആ പാടഭാഗത്തില് ചുവപ്പ് കളറ് പൂവ് കണ്ട? ചുവപ്പ് കളർ പൂവ് കണ്ട? എവിടെ ചുവപ്പ് കളർ പൂവ്? ചുവപ്പ് കളറിന് നമുക്ക് പറയുന്ന പേരാണ് അഹ്മർ. ഒന്ന് പറഞ്ഞോട്ടെ, അഹ്മർ. രണ്ടാമത്തത് അസ്ഫർ കളറ്. അസ്ഫർ എന്ന് പറഞ്ഞാൽ ഏതാ കളർ എന്നറിയോ? ഏതാ അസ്ഫർ? അസ്ഫർ മഞ്ഞ കളറ്. നിങ്ങളൊക്കെ ഇതിൽ പൂന്തോട്ടത്തില് മഞ്ഞ കളറിലെ പൂവ്, അതിന്റെ പേരെന്താ? സൂര്യകാന്തി പൂവ്. കണ്ട? സൂര്യകാന്തി പൂവ് ഒട്ട മഞ്ഞ കളറ്. പിന്നെ ഒന്നും കൂടെ ഉണ്ട്. പിന്നെ ഒന്ന് അബയാള്. ഏതാണ്? വെള്ള കളറ്. ഓർത്ത വെള്ള കളർ കണ്ട? ഓക്കെ. എന്നും പല കളറുകളുണ്ട് കേട്ടാ. നമുക്ക് ഇപ്പൊ 3 കളറാണ് പറഞ്ഞത്. അപ്പൊ നമുക്കുണ്ടല്ല ഈ പൂന്തോട്ടത്തിനെ കുറിച്ചിട്ടില്ല ഒരു പാട്ട് കൊണ്ട് ക്ലാസ് തുടങ്ങാം. ഒരു പാട്ട് പാടിയിട്ട് ക്ലാസ് തുടങ്ങാം. നോക്കണേ, എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണേ. ദിഷാ മുഹമ്മദ് ശ്രദ്ധിച്ച് കേട്ടോളണം. ആദ്യമേ താടിക്ക് എഴുവക്കല്ലേ. പാട്ട് പാടുന്നേ കേട്ടാ. പൂന്തോട്ടത്തിന് പറയുന്ന പേരുണ്ട്. പൂന്തോട്ടത്തിന് പറയുന്ന പേരുണ്ട് ബുസ്താൻ. അറിവിന് എന്താ പറയാ? പൂന്തോട്ടത്തിന് ബുസ്താൻ. അപ്പൊ ആ ബുസ്താനെ കുറിച്ച് നമുക്കൊരു പാട്ടിന്റെ പാടിച്ച് തുടങ്ങാൻ ക്ലാസ് കേട്ടാ. പഠിത്തട്ടെ. സോറി പറഞ്ഞേ. ബുസ്താൻ ബുസ്താൻ യബ്സിമു ബുസ്താൻ. ഒന്ന് പടി കേൾക്കണേ. ബുസ്താൻ ബുസ്താൻ യബ്സിമു ബുസ്താൻ. യബ്സിമു ബുസ്താൻ ഫീഹിൽ അസ്ഹാർ അജ്മലു അസ്ഹാർ. ഒന്നും ഫീഹിൽ അസ്ഹാർ
أزهار أزهار أجمل أزهار ഒന്നും കൂടിയേ ബുസ്താൻ ബുസ്താൻ യബ്സിമു ബുസ്താൻ അല്ല യബ്സിമു ബുസ്താൻ യബ്സിമു ബുസ്താൻ ഒന്ന് പറഞ്ഞ് കേൾക്കണം യാ ബ് സി മോ അതിൽ 3 അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ പഠിക്കാത്ത അക്ഷരമാണ്. 3 നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. അതുകൊണ്ട് യബ്സിമു ബുസ്താൻ ഒന്നും കൂടെ ബുസ്താൻ ബുസ്താൻ യബ്സിമു ബുസ്താൻ യബ്സിമു യബ്സിമു ഫീഹിൽ അസ്ഹാർ പറഞ്ഞോക്കണം ഫീഹിൽ അസ്ഹാർ അജ്മലു അസ്ഹാർ. ഇന്ന് നമുക്ക് ആ പാട്ടിൽ 2 വരി ഉസ്താദ് പാടിത്തരുന്നുള്ളൂ. ബാക്കി 2 വരി നാളെ പഠിക്കാം. ബാക്കി 2 വരി മറ്റന്നാൾ പഠിക്കാം. 2 വരി ഉസ്താദായിട്ട് പാടണേ. ഒന്ന് കൂടെ കൂടെ പാടണേ. ബുസ്താൻ ബുസ്താൻ യബ്സിമു ബുസ്താൻ യബ്സിമു ബുസ്താൻ ഫീഹിൽ അസ്ഹാർ അസ്ഹാർ അജ്മലു അസ്ഹാർ യബ്സി ബുസ്താൻ ബുസ്താൻ യബ്സിമു ബുസ്താൻ അവിടെ ബുസ്താൻ ബുസ്താൻ യബ്സിമു ബുസ്താൻ ഫീഹിൽ അസ്ഹാർ അജ്മലു അസ്ഹാർ അജ്മലു അസ്ഹാർ. ഒന്നും കൂടി പറഞ്ഞുതരാം. അസ്ഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂക്കള്. പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളില്ലേ? പൂക്കൾക്ക് പറയുന്ന പേരാണ് അസ്ഹാർ. നല്ല ഭംഗിയുള്ള പൂക്കളില്ലേ? പൂന്തോട്ടം പോയിട്ട് കാണണം. നമുക്ക് ഇൻഷാ അല്ലാഹ് മഴയൊന്നുമില്ലാത്ത സമയത്ത് പോയിട്ട് നല്ല പൂന്തോട്ടത്തിൽ പോയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ബുസ്താനിൽ പോയിട്ട് ക്ലാസ് എടുക്കാം. ഇപ്പൊ മഴയല്ലല്ലേ, പുറത്തു പോകാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പൂന്തോട്ടത്തെ കുറിച്ചുള്ള പാട്ട് 6 ദിവസമായി പാടാം. 2 വരി ഇന്ന് പഠിച്ചട്ടാ. അത് പുറത്തുനിന്നല്ല പഠിച്ചിട്ട് എന്ത് ചെയ്യണോ? പാടി പഠിക്കണം കേട്ടാ. നമ്മള് വൈദ്യ എന്ന് പഠിച്ച പിന്നെ പാട്ട് പഠിച്ച ഓർമ്മയില്ലേ? ഇല്ലേ? അതുപോലെ എന്ത് ചെയ്യണം? ബുസ്താൻ ബുസ്താൻ യബ്സിമു ബുസ്താൻ ഫീഹിൽ അസ്ഹാർ അജ്മലു അസ്ഹാർ. 2 വരി ഇന്ന് പഠിച്ച് ബാക്കി 2 വരി നമുക്ക് നാളെ പഠിക്കാം. അല്ലേ അല്ലേ അല്ലേ? ആ ഓക്കെ. അരിഫേബാ അടിപൊളി എടുക്ക്. അരിഫേ ആരാ വന്നേ? എല്ലാരും പറഞ്ഞേ. ആരാ വന്നേ? ആരാ വന്നേ? ഓക്കെ. മീമേ വാ. ഇങ്ങനെ കാണിക്ക്. ആരാ വന്നേ? ആരാ വന്നത്? ആ ദാലേ വന്നേ. ശരിക്കും ഉറക്ക. ആ ആരാ വന്നേക്കണേ? ആരാ വന്നേ? ദാല്. ബാഹേ വാ. ഉറക്ക. ആ ആരാ വന്നേ? ബാഹേ. ലാമേ വാ. ലാമ കാണട്ടെ. ഓക്കെ. ഹായേ വാ. ഹാ അടിപൊളി. കാഫേ വാ. ആ അടിപൊളി. സീനേ വാ. ആ ഇപ്പൊ വിളിച്ചാളെല്ലാം വന്ന്. ഇനി ഒരാളെ വിളിക്കാനുണ്ട്. ആരാന്നറിയോ? ആ വരൂ. ആ ഇതാ നമ്മളെ ഓരോരുത്തരുടെ പേര് ഓർക്കണേ. കാട്ടിച്ചാലെല്ലാം കാണുമല്ലോ. ഇതാണ് പുതിയ ആള്. അയാൾക്ക് നമുക്കൊരു പേരിടട്ടെ. നൂനയല്ല, ഞാൻ പേരിടുന്നേ. നമുക്ക് ബിസ്മി ചൊല്ലിട്ട് എന്ത് ചെയ്യോ? ഒന്നും കൂടി തലേനെ നമ്മൾ ഇയാൾക്ക് നേരത്തെ പേരിട്ട് മറക്കാൻ പാടില്ല. അയാൾ വരുന്ന അലിഫ്. ഇയാളെ പേരോ കാട്ടെ. ബാഗ്. ഉപ്പന്റെ പേര് ലാമ്. ഉപ്പന്റെ പേര്. ഇയാളെ പേര് അല്ല തെറ്റി. നിന്റെ പേര് എനിക്കറിയില്ല. അല്ലേ സീനട്ടാ. നിന്റെ പേര് തെറ്റി.
അപ്പൊ ഇനി ഇയാൾക്കാണ് പുതിയ പേരിടണ്ടേ കേട്ടാ. ഇയാൾക്കാണ് പുതിയ പേരിടുന്നത്. എന്താ പേരെന്നറിയോ? അല്ല, പുതിയ ആൾക്ക് ബിസ്മിയും കൂട്ടിയിട്ട് പേരിടാം. എല്ലാവരും ബിസ്മി അല്ലാട്ടെ. റഹ്മാൻ റഹീം. ഇവിടെ ശ്രദ്ധിക്കും. ബിസ്മില്ലാഹി റഹീം. അള്ളാണ്ട് പ്രാർത്ഥിക്കാം. പഠിച്ച റബ്ബേ നമ്മുടെ കൂട്ടത്തിലേക്ക് പുതിയ ഒരു അക്ഷരക്കൂട്ടുകാരൻ നോക്കി വന്നിരിക്കുന്നു. ആ കൂട്ടുകാരന് പ്രാർത്ഥിക്ക. ആ കൂട്ടുകാരന് നമ്മളൊരു പേരിടുന്നു. നേരെ പിടിമോനെ. നീ പിടിക്ക് ശരിക്കും. നീ എന്തിങ്ങനെ കളിക്കുന്നത്? എപ്പടി? ആ കൂട്ടുകാരന് നാം ഒരു പേരിടുന്നു. പേരെന്താന്നറിയോ? തെറ്റിയാലുണ്ടല്ലോ ആ കൂട്ടുകാരൻ വന്ന് കളിച്ചപ്പോ ശരിക്ക് കേട്ടാ. എന്റെ പേര് തെറ്റി പറഞ്ഞിട്ട് നോൻ നോൻ നോൻ. എന്താ പേര്? നോൻ നോൻ. ഇനി നമുക്കുണ്ടല്ല ആ നൂൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാഠം പഠിക്കാം. നൂൻ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂനിന് ഫത്ത ഇട്ടിട്ട്, നൂനിന് കസറിട്ടിട്ട്, നൂനിന് ലമ്മിട്ടിട്ട്, നൂനിന് തനുവിന് ലമ്മിട്ടിട്ടെല്ലാം നമുക്ക് പഠിക്കാം. ഉപയോഗിച്ചുകൊണ്ടുള്ള നൂനിനെ കുറിച്ചുള്ള ഒരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് നോക്കുന്ന കുട്ടികൾക്ക് 10 മാർക്ക് കിട്ടുക. 10 മാർക്കാൻ വരും. ഇവിടെ തന്നെ ശ്രദ്ധിച്ചാൽ ഒരു പാഠമാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഉസ്താദ് കടലാസ് കൊണ്ടുവന്നത് എന്ന് നമുക്ക് നോക്കാം. റയാജ് അംഷീർ കിതാബ് കൂട്ടുക പറയുമ്പോ തന്നാ മതി. കിതാബ് പറഞ്ഞു തന്നാ മതി. അപ്പൊ സാധനം എന്താണ്? കണ്ട അയല ചെടിയാ ചെടിയാ നോക്കാം. ആരാ പറഞ്ഞ ചെടിയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ? ഇതെന്താ പാടുന്നല്ല? ചെടിയാണല്ലേ. നല്ല വലിയ ഒരു കൂടിന്റെ മുകളില് 2 ഭാഗത്തായിട്ട് ഒരു കൊലക്കുണ്ടല്ല ചെടികൾ തൂക്കിയിട്ടുള്ളതാണ്. ചെടിക്ക് നമുക്കൊരു പേര് പറയാം. നമ്മള് സൂചിക്കുന്ന പേരുടെ നമ്മള് പൊട്ടിൽ എന്താ പേരത്തിന്? ബക്കറ്റ് എന്താ പേരത്തിന്? കിച്ചക്കൊക്കെ എന്താ പേരത്തിന്? വീട്ടിൽ എന്താ പേരത്തിന്? ജഗ്ഗിന് എന്താ പേരത്തിന്? ഗ്ലാസിന് എന്താ പേരത്തിന്? പറഞ്ഞില്ല. കളസ്. പിന്നെ കയറിന് എന്താ പേരത്തിന്? മറന്നുപോയി പരീക്ഷക്ക് പോവോ? കയറിന്റെ പേരെന്നാ? അല്ല തെറ്റി. ഓർമ്മയില്ല. എന്നതുപോലെ നമുക്ക് അതീനെ ചെടിക്കൊരു പേരിടാം. ഞാൻ നോക്കാത്ത ആൾക്ക് കുറച്ച് പുറത്തൊക്കെ പറഞ്ഞേക്കണേ. ഈ അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടാ. നടുക്കേണ്ട അക്ഷരം പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചിട്ടില്ല. ഇനി ഇതാണ് ഇന്ന് പഠിച്ചത്. അതിലേതാ മോനെ? ഈ അക്ഷരത്തിന്റെ പേരാ നമ്മളെ പറഞ്ഞത്. എന്താ പേര്? ഒന്നുകൂടി പറഞ്ഞതാ. അങ്ങനെ നോന്റെ മോളെ പത്ത് കേട്ടാലോ? നൂന് കസറിട്ടാലോ? നൂന് നമ്മളെ നമ്മിട്ടാലോ? നൂന് മോളെ നമ്മിട്ടാല് നൂനിന്റെ മോളെ തന്മയിൽ നമ്മിട്ടാലോ? തന്മയിൽ നമ്മിട്ടാല് നൂന് കസർ സുക്കൂനിട്ടാലോ? അപ്പൊ ഇയാളെ പിന്നെ ചെടിയുടെ പേര് നബത്തുൻ.
ആ നമുക്കൊരു പാട്ട് പാടാ, ഒരു പാട്ട് പാടാ. പാട്ട് ഏത് പാട്ട്, ഏത് പാട്ട്? ആ എല്ലാരും ഉമ്മ ഉമ്മ കേട്ടിടണേ, ഞാൻ പറയുന്നത് കേട്ടിടണേ. 1ാം ക്ലാസ്സിൽ പോയപ്പോൾ നബിതുൻ എന്ന് പഠിച്ചപ്പോൾ ഞാൻ പഠിച്ചത് നൂനാണ്, ഞാൻ പഠിച്ചത് നൂനാണ്. നൂനിൻ മുകളിൽ ഫതഹിട്ടാൽ ശരിക്കുവാ. നൂനിന് മുകളിൽ ഫതഹിട്ടാൽ പറഞ്ഞത് പടി. ആ ഇവിടെ നൂനിന് മുകളിൽ ഫതഹിട്ടാൽ അതിന എന്നക്ഷരമാണ്, അതിന എന്നക്ഷരമാണ്. നായല്ല അത് നാ, അത് അത് നാ, അത് നാ, ലായല്ല നാ, നായ നായ തെറ്റുപോല. നാ 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 നാ. ആനാന്ന് പറയുന്നില്ലേ, ആനാന്ന് പറയുന്നത് നാ, ആന എന്ന് പറഞ്ഞ പറഞ്ഞാട്ടെ. അത് ആലാന്ന് പറഞ്ഞത്, ആനാന്ന് പറയുമ്പോ ആലാന്ന് പറഞ്ഞത് നാ അല്ലേ. ആ അപ്പൊ അതാണ്, അതാണിത്. ഇങ്ങുവാ അത് ഇങ്ങുവാ. അതിന എന്നക്ഷരമാണ്. ഏതാനാ ഏതാനാ ഇതാനാ ഏതാന്നാ ഇതാ ഏതാനാ കാണിച്ചെന്നത്തെ. ആ ഇനി നൂനിന് താഴെ കസിറിട്ടാൽ അത് നീ എന്നക്ഷരമാണ്. പറഞ്ഞ നീ നാ നീ 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 എന്നക്ഷരമാണ്. നൂനിന് മുകളിൽ ലമ്മിട്ടാൽ അത് നൂ എന്നക്ഷരമാണ്. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.